ഇതുപോലൊരു ഇലക്ട്രിക്കിൻ്റെ ഇടിയപ്പം മേക്കർ വീട്ടിലുണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഇനി ഇടിയപ്പവും ഹോം മെയ്ഡായിട്ട് നൂഡിൽസ്, പാസ്ത, മുറുക്ക് ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമേ. ഇതിലിതാ 6 മോഡ്സാണ് വരുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം മാറ്റിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെഷീൻ. ഇതിൽ ഉള്ള ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇടിയപ്പം റെഡിയായി. അപ്പോൾ പിന്നെ ബാക്ക് ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ അത് തിരിച്ച് ബാക്കോട്ടേക്ക് വരും. പിന്നെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്താൽ അവിടെ സ്റ്റോപ്പ് ആവുമേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മോഡ്സ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന പോർട്ടുള്ളത്, ചാർജിങ് പോർട്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇടിയപ്പത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ അരിപ്പയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതിയേ. കുറേ തിരിച്ചിട്ട് ഇതാക്കേണ്ട പണിയൊന്നുമില്ല. ആ സ്വിച്ച് പ്രസ് ചെയ്ത ബട്ടൺ അവിടെ പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആവശ്യാനുസരണം ഇത് ചുറ്റിച്ച് എടുക്കുക. നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ വരും. ഒരു പണിയുമില്ല, കൈവേദന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ടുള്ള നേർങ്ങനെയുള്ള നല്ല സൂപ്പർ ഇടിയപ്പം നമുക്ക് റെഡിയാക്കി. ഇനി ഇതിൻ്റെ മേലെ തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇടിയപ്പം റെഡിയായ. അപ്പോൾ ഞാൻ നൂഡിൽസും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിന് മൈദ മാവാണ്, ആട്ടയല്ല. ആട്ടമാവിൽ നമുക്കാകാം. ഇപ്പോൾ ഞാൻ മൈദ മാവ് കുഴച്ച് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ പിന്നെ പ്രസ് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ്, കിഡിലെ നൂഡിൽസ് കിട്ടും. പിന്നെ നമുക്ക് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് നൂഡിൽസ് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിന്ന് മാറ്റിയെടുത്ത് പച്ചവെള്ളം ഒഴിച്ചെടുത്താൽ മതി. അരിപ്പയിൽ വെച്ചിട്ട് തന്നെ കുറച്ച് പച്ചവെള്ളം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ടയില്ലാതെ ഇതുപോലെ നല്ല സൂപ്പർ നൂഡിൽസ് കിട്ടും. അപ്പോൾ ഞാനിത് മസാല ഇവിടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ആക്കി വെച്ച നൂഡിൽസ് ആക്കിയെടുത്താൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നൂഡിൽസ്. ഇതിപ്പോൾ മൈദ മാവിലാണ് ഞാൻ ആക്കിയത്. നമുക്ക് പിന്നെ ഗോതമ്പ് മാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കാം. കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് വാങ്ങി വെച്ചാൽ ഭയങ്കര ഉപകാരമാണ്. ഒരു പണിയുമില്ല, കൈവേദന ഉണ്ടാവില്ല. എല്ലാം നമുക്ക് ഉണ്ടാക്കാം.